നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൂളൂംസ് ലോ നോക്കാം. അപ്പോൾ കൂളൂംസ് ലോ പറയുന്നത് രണ്ട് ചാർജസ് ഉണ്ട്, രണ്ട് പോയിന്റ് ചാർജസ് ഉണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു പോയിന്റ് ചാർജസ് is proportional to the product of the two charges and inversely proportional to the square of the distance between them. ഇതാണ് കൂളൂംസ് ലോ പറയുന്നത്. അപ്പോൾ ഇത് ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. ഇനി അൺലൈക്ക് ചാർജസ്, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ അവർ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കേസ് നോക്കാം. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ ആണ്. ഇവിടെ വേറൊരു ചാർജ് ഉണ്ട്, പ്ലസ് Q2 ആണ്. ഇത് പ്ലസ് Q1, ഇത് പ്ലസ് Q2. ഓക്കെ, അവർ തമ്മിലുള്ള സെപ്പറേഷൻ R ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ Q1 ഓൺ Q2, ശ്രദ്ധിക്കണേ, അതായത് Q2 എന്ന് പറയുന്ന ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? നോക്കിയേ, ഇത് രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചാർജ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പുഷ് ചെയ്യും, അല്ലേ? അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ പ്ലസ് Q1 ഓൺ പ്ലസ് Q2 എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ Q2 എന്ന് പറയുന്ന ചാർജിനെ ഈ Q1 എന്ന് പറയുന്ന ചാർജ് പുഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം Q2 എന്ന് പറയുന്ന ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പം അതിന്റെ ഇക്വേഷൻ നമ്മുടെ കൂളൂംസ് ലോ പ്രകാരം ഇറ്റ് ഈസ് സം കോൺസ്റ്റന്റ് K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഡയറക്ഷൻ ഇസ് ഗിവൺ ബൈ AR. എന്താണ് AR? ക്യാപ്പ്. അതായത് R എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. അത് എന്താണ്? Q1 നിന്നും Q2ലേക്ക് പോയിന്റ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? AR ക്യാപ്പ് എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R ആയിരിക്കും. ഓക്കെ, A എന്ന് പറയുന്നത് 1/4πε0 ε r ആണ്. ഇവിടെ ε0 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്, അഥവാ പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ വാക്വം. ഓക്കെ, ε0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ ആണ്. ഇനി εr എന്ന് പറയുന്ന ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. ഇനി പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് ε0 × εr ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് K ന് ജനറൽ ആയിട്ട് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 1/4πε എന്നും എഴുതാം. ഓക്കെ, ഇനി Kയുടെ വാല്യൂ എന്ന് പറയുന്നത് 9 × 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആയിരിക്കും എയറിൽ അല്ലെങ്കിൽ വാക്വത്തിൽ. എപ്പോഴും ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഉദാഹരണം, രണ്ട് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, പ്ലസ് Q1 പ്ലസ് Q2. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ Q1 ഓൺ Q2, അതായത് ഈ ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും റിപ്പൽസീവ് ആയിരിക്കും. അതായത് ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്യും. അതുപോലെ ഇത് മൈനസ് ക്യൂ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതും ഈ Q2 എന്ന ചാർജ് എന്ന് പറഞ്ഞ ചാർജിന് Q1 എന്ന് പറഞ്ഞ ചാർജ് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. ഇനി അൺലൈക്ക് ചാർജസ് എടുക്കുക, -Q1 പ്ലസ് Q2. ഈ കേസിൽ ഇവിടെ എന്താണ്? ഇവിടെ അട്രാക്ഷൻ ആണ് സംഭവിക്കുക. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ -Q1 ഓൺ Q2 ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർജിനെ ഇത് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക, അതായത് ഇങ്ങോട്ട് പുള്ള് ചെയ്യുക. ഓക്കെ, അപ്പൊ എപ്പോഴും പൊസിഷൻ വെക്ടർ എഴുതും. അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ -Q1 ഓൺ Q2 ചോദിക്കുക. അപ്പൊ ആദ്യത്തെ ചാർജിൽ നിന്ന് രണ്ടാമത്തെ ചാർജിലേക്കാണ് പൊസിഷൻ വെക്ടർ വരയ്ക്കേണ്ടത്. യൂണിറ്റ് വെക്ടറും അതിന്റെ ഡയറക്ഷനിൽ തന്നെ. ഫോഴ്സ് ഇതിന്റെ പൊളാരിറ്റി അനുസരിച്ച് ഡയറക്ഷൻ മാറും. ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഉണ്ട്. ഈ ചാർജിന്റെ ചുറ്റും കുറച്ച് ചാർജസ് പ്ലേസ്ഡ് ആണ്. N ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ Q ഡ്യൂ ടു N പോയിന്റ് ചാർജസ്. അതിനായിട്ട് നമ്മൾ ഓരോ ചാർജും ഈ ചാർജിന്റെ മേൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പൊ Q1 കാരണം ഫോഴ്സ് F1, Q2 കാരണം ഫോഴ്സ് F2, Q3 കാരണം ഫോഴ്സ് F3, Q4 കാരണം F4. അങ്ങനെ ഓരോ ഫോഴ്സും നമ്മൾ കണ്ടുപിടിച്ച ശേഷം ഇതിനെല്ലാം കൂടെ വെക്ടർ അഡിഷൻ ചെയ്യുക. ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അടുത്തതായിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. രണ്ട് ചാർജസ് തന്നിട്ടുണ്ട്, +2
മൈക്രോ കുളുമ്പും -4 മൈക്രോ കുളുമ്പും അത് ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നത്. അവരുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ അതിന്റെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് സിസ്റ്റത്തോടു കൂടി ആ ഡയഗ്രാം ഒന്ന് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഈ ചാർജിലോട്ട് വേണം 6 വരയ്ക്കാം. 6 കിട്ടി. AR എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷനിലായിരിക്കും. ഇനി എഫ് എന്ന് പറയുന്നത് രണ്ടും അൺലൈക്ക് ചാർജസ് ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ എഫിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. PF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് എന്ന് പറയുന്നത് കൂളംസ് ലോ പ്രകാരം എന്താണ് ഇക്വേഷൻ? F is equal to K Q1 Q2 divided by R squared into AR cap ആണ്. അപ്പോൾ AR ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ അലോങ് ദിസ് ഡയറക്ഷൻ ആണ് അല്ലെ. അതെന്ന് പറയുന്നത് നമുക്കറിയാം, അത് AZ ആയിരിക്കും, സോറി AX ആയിരിക്കും. AR എന്ന് പറയുന്നത് we know it is യൂണിറ്റ് വെക്ടർ അലോങ് X ആക്സിസ്, അതായത് AX ആയിരിക്കും. ഇനി എഫ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു K എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് 9 × 10⁻9 എന്ന് എടുക്കാം. ഇനി പ്രോഡക്റ്റ് ഓഫ് ദി ടു ചാർജസ്, ആദ്യത്തെ 2 മൈക്രോ കൂളംബ് ആണ്. അപ്പൊ 2 × 10⁻6 ആണ്. ഇനി അടുത്ത ചാർജ് എന്ന് പറയുന്നത് -4 മൈക്രോ കൂളംബ് ആണ്. അപ്പൊ 10 × -4 × 10⁻6 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അതെന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ 20 × 10⁻2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു AX ക്യാപ്പ്. അപ്പം ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും -1.8 AX എന്ന് കിട്ടും. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.8 ന്യൂട്ടൺ. അപ്പൊ ഇതാണ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ്. അടുത്തതായിട്ട് 4 ഐഡന്റിക്കൽ ചാർജസ് ഉണ്ട്. ആ ചാർജസ് സ്ക്വയറിന്റെ കോർണേഴ്സിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അതിന്റെ സൈഡിന്റെ ലെങ്ത് A ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം വരച്ചിട്ട് ഒരു കോർഡിനേറ്റ് സിസ്റ്റം അസ്യൂം ചെയ്യണം. ഇതൊരു സ്ക്വയർ ആണ്. ഇതിന്റെ 4 കോർണേഴ്സിലും ആയിട്ട് ചാർജിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഓരോ ചാർജും കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ചാർജ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ലൈറ്റ് ചാർജസ് ആണ്, അതുകൊണ്ട് തന്നെ ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. ഈ ചാർജിനെ അങ്ങോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ പൊസിഷൻ വെക്ടർ മാർക്ക് ചെയ്തു. ഇനി F1 കണ്ടുപിടിക്കാം. F1 എന്ന് പറയുന്നത് എന്താണ്? F1 നമുക്കറിയാം, F1 is equal to K Q square divided by R1 square into AR1 ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് AR1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ അലോങ് R1. അതെന്ന് പറയുന്നത് AY ക്യാപ്പ് തന്നെയാണ് നമുക്കറിയാം. അതുപോലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ K Q square divided by A square into AY ക്യാപ്പ് ആണ് F1. അടുത്തതായിട്ട് ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് നോക്കാം. ഇതും +Q ആണ്, ഇതും +Q ആണ്. അപ്പോൾ ഈ ചാർജ് അങ്ങോട്ട് പുഷ് ചെയ്യുക. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് F2 ആണ്. F2നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? F2 നമുക്കറിയാം, F2 is equal to again K into product of the two charges, അതായത് Q square divided by R2 square into AR2 ആണ്. അപ്പോൾ നമ്മളിവിടെ R2 എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം R2 എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് വെക്ടർ. അപ്പോൾ R2 എന്ന് പറയുന്നത് നമുക്ക് ഈ 2 എൻഡ് പോയിന്റ്സും അറിയാം. അപ്പം എന്താണ്? x2 - x1, അതായത് A into AX ക്യാപ്പ് പ്ലസ് y2 - y1, അതായത് AY ക്യാപ്പ് ആണ്. ഇനി യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ എന്ന് പറയുന്നത് that is equal to the vector R2 divided by the magnitude of vector R2.
അപ്പോൾ അതെന്ന് പറയുന്നത് എ ഇൻറ്റു എ എക്സ് ക്യാപ് പ്ലസ് എ ഇൻറ്റു എ വൈ ക്യാപ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? എ എക്സ് ക്യാപ് പ്ലസ് എ വൈ ക്യാപ് ഡിവൈഡഡ് ബൈ റൂട്ട് ടു എ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ F2 എന്ന് പറയുന്ന വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അല്ലെങ്കിൽ റൂട്ട് ടു എ ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഇൻറ്റു എ എക്സ് ക്യാപ് പ്ലസ് എ വൈ ക്യാപ് ഡിവൈഡഡ് ബൈ റൂട്ട് ടു എ. അഥവാ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കെ ക്യൂ സ്ക്വയർ ബൈ 2 റൂട്ട് ടു എ സ്ക്വയർ ഇൻറ്റു എ എക്സ് ക്യാപ് പ്ലസ് എ വൈ ക്യാപ് എന്ന് കിട്ടും. അടുത്തതായിട്ട് ഈ ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കാം. അതിനെ നമ്മൾ F3 എന്ന് വിളിക്കുന്നു. അപ്പം ഇത് രണ്ടും ലൈറ്റ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ F3 എന്ന് പറയുന്നത് എന്തായിരിക്കും? F3 കൂളംസ് ലോ പ്രകാരം F3 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ ടു ചാർജസ്, അതായത് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? R3 ആണ്. R3 സ്ക്വയർ ഇൻറ്റു AR3 ക്യാപ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ കെ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ എലോങ് ദിസ് ഡയറക്ഷൻ എന്താണ്? എക്സ് ആണ്, എ എക്സ് ആണ്. അപ്പോൾ എ എക്സ് ക്യാപ് അപ്ലൈ ചെയ്യണം. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ സം ഓഫ് F1, F2 ആൻഡ് F3. അതായത് ഇൻഡിവിജ്വൽ ചാർജസ് കാരണമുള്ള ഫോഴ്സിൻ്റെ വെക്റ്റർ സം ആയിരിക്കും ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് എല്ലാവർക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കെ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ റൂട്ട് ടു എ എക്സ് പ്ലസ് എ വൈ എന്ന് കിട്ടും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നോക്കാം. താങ്ക് യു.